ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഡെഡ്പൂൾ 3 എന്നുള്ള പടത്തിൻ്റെ ടീസർ ട്രെയിലർ വരാൻ ഇനി മാക്സിമം 2 ആഴ്ചയും കൂടെ ഉള്ളതെന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. അപ്പം ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് അടുത്ത് വരും തോറും ലീക്സും കാര്യങ്ങളും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് തന്നെയാണ്. അല്ലാതെ ഈ ഒരു പടത്തിൻ്റെ സെറ്റ് ഫോട്ടോസും കാര്യങ്ങളും ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെയിലർ ഇറങ്ങുന്നതിന് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് അടുത്ത കുറച്ച് പുതിയതായിട്ടുള്ള സെറ്റ് ഫോട്ടോസും കാര്യങ്ങളും ലീക്കായിട്ടുണ്ട്. ഈ ഒരു സെറ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഫോട്ടോസാണ് ഇപ്പോൾ ലീക്കായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഈ ഒരു സംഭവമാണ് നോക്കാൻ പോകുന്നത് കൊണ്ട് സ്പോയിലേഴ്സ് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇനി 2 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഒഫീഷ്യൽ ട്രെയിലറും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ആ ഒരു ട്രെയിലറിൽ കൂടെ ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ നല്ല കിടിലം ക്വാളിറ്റി നമുക്ക് കാണുന്നതാണ്. അപ്പം ഈ ഒരു ലീക്ക് കണ്ട് നിങ്ങൾ കഷ്ടപ്പെടണമെന്ന് ഞാൻ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ലാതെ ലീക്കൊന്നും കണ്ട് കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ എത്ര പേര് ഈ ഒരു ഡെഡ്പൂൾ ഫാൻ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നതിന് പകരം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു സപ്പോർട്ടിങ് ആയിരിക്കും. അപ്പോൾ എത്രത്തോളം ഡെഡ്പൂൾ ഫാൻസ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡയറക്റ്റ് ലീക്സിലോട്ട് പോവുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ വൂൾവറിൻ്റെയും നമ്മുടെ റയാൻ റെയ്നോൾഡ്സ് ഡെഡ്പൂളിൻ്റെയും കുറച്ച് പുതിയ ഫോട്ടോസാണ് വന്നിട്ടുള്ളതെങ്കിലും ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് എന്ന് എടുത്ത് പറയാനുള്ള റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെറ്റ് ഫോട്ടോയ്ക്കകത്ത് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പടത്തിനകത്ത് കുറേ വേരിയൻസ് വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ ഡെഡ്പൂളിൻ്റെ ആദ്യത്തെ വേരിയൻറ്റിൻ്റെ ഒരു സെറ്റ് ഫോട്ടോ ആണ് നമുക്കിപ്പോൾ ലീക്കായി കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഡെഡ്പൂളിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ സ്യൂട്ടിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഷൈനി ആയിട്ടുള്ളൊരു സ്യൂട്ടാണ് നമുക്ക് ഈ ഒരു ഡെഡ്പൂളിൽ കാണാൻ പറ്റുന്നത്. പിന്നീട് ആ ഒരു ലുക്കിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ റയാൻ റെയ്നോൾഡ്സിൻ്റെ ഫേസ് ആണെങ്കിലും ആ ഒരു ഹെയർ സ്റ്റൈൽ കിടിലങ്ങൾ ഒരു രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഏകദേശം ഒരു സാമുറായി അല്ലെങ്കിൽ ആ ഒരു ടച്ചിലുള്ള ഒരു ലുക്കാണ് നമുക്ക് ഈ ഒരു ഡെഡ്പൂളിൽ കാണാൻ പറ്റുന്നത്. ഇതും നമ്മുടെ റയാൻ റെയ്നോൾഡ്സിനാണ് അഭിനയിക്കുന്നത്. പിന്നീട് നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ വൂൾവറിൻ്റെ കൂടെ നമ്മൾ നേരത്തെ സെറ്റ് ഫോട്ടോയിൽ കൂടെ ഒക്കെ കണ്ട ആ ഒരു ഒറിജിനൽ ഡെഡ്പൂൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു മുഖത്തുള്ള ആ ഒരു ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഡെഡ്പൂളും ഈ ഒരു കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഡെഡ്പൂളിൻ്റെ കയ്യിൽ ആ ഡോഗ് പൂൾ എന്നുള്ള ക്യാരക്ടറും കയ്യിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിനകത്തും ഇതിലും കൂടുതൽ ഡെഡ്പൂൾ വെർഷനും വൂൾവറിൻ വെർഷനൊക്കെ കാണാൻ പറ്റുമെന്ന് ഈ ഒരു സെറ്റ് ഫോട്ടോയിൽ കൂടെ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരു ഫോട്ടോ എന്ന് പറയുന്നത് ഇത് സെറ്റ് ഫോട്ടോ അല്ല, അതായത് ഒരു ഒഫീഷ്യൽ പ്രോമോ ആർട്ടാണ് ഇപ്പോൾ ലീക്കായിട്ടുള്ളത്. അതായത് ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി അവർ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫോട്ടോയുടെ ഒരു ലീക്ഡ് ഇമേജും പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ വൂൾവറിൻ്റെയും ഡെഡ്പൂളിൻ്റെയും ഒരു ഇമേജാണ്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ വൂൾവറിൻ ആ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ലുക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു മാസ്കിൻ്റെ ഒരു ലുക്ക് നേരത്തെ ലീക്കായായിരുന്നു, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കൂടാതെ മറ്റ് ലൊക്കേഷനിൽ നിൽക്കുന്ന കുറച്ച് സെറ്റ് ഫോട്ടോസും കൂടെ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ മെയിൻ ഡെഡ്പൂളും നമ്മുടെ വൂൾവറിൻ നിൽക്കുന്ന കുറച്ച് മറ്റ് ആംഗിൾസിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നിയത് നമ്മുടെ ഈ ഒരു ഡെഡ്പൂളിൻ്റെ വേരിയൻറ്റിനെ അടുത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു സംഭവം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ ഇനി ഫൈറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് കാണേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ലീക്സിനെ പറ്റി അധികം ഒന്നും പറഞ്ഞ് നിങ്ങളെ അങ്ങ് സ്പോയിലാക്കുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളും വെച്ചിട്ട് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച വരാൻ പോകുന്ന ട്രെയിലറിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറയണൊക്കെ ഡെഡ്പൂൾ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതേപോലെ തന്നെ വൂൾവറിൻ ഫാൻസ് എത്രത്തോളം എന്നുണ്ട് അറിയാൻ വേണ്ടി ജസ്റ്റ് താഴെ കൂടെ കമൻറ്റും കൂടെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇത് പറഞ്ഞ മെയിൻ റീസൺ എന്തെന്ന് നിങ്ങൾക്ക് കത്തി കാണും. അപ്പോൾ എന്തായാലും ജസ്റ്റ് അതൊന്ന് ചെയ്തേക്കണം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൊണ്ട് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.